സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഒരു കാലത്ത് തെന്നിന്ത്യയിൽ 4 ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ്, തമിഴിൽ മക്കൾ തിലകം MGR, കന്നഡയിൽ ഡോക്ടർ രാജ്കുമാർ, തെലുങ്കിൽ NT രാമറാവു. പിന്നീട് അങ്ങനെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറുകൾ തെന്നിന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിട്ടുണ്ട്. തെലുങ്കിൽ ചിരഞ്ജീവി സൂപ്പർ സ്റ്റാർ, തമിഴിൽ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ, കന്നഡയിൽ വിഷ്ണുവർദ്ധൻ സൂപ്പർ സ്റ്റാർ. മലയാളത്തിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയില്ല. വെറുതെ നമ്മൾ മലയാളികളെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതാണ് മമ്മൂട്ടിനെ, മോഹൻലാൽ. അവർക്ക് ഈ രജനീകാന്തിന് പിന്നെ ഈ ചിരഞ്ജീവിൻ്റെയും വിഷ്ണുവർദ്ധൻ്റെ പേരൊന്നുമില്ല. ഒരു സൂപ്പർ താരം എന്ന് പറയുമ്പോൾ ആ സൂപ്പർ താരത്തിൻ്റെ പേരിലാണ് പടം ഓടേണ്ടത്. അത് എത്ര തല്ലിപ്പൊളി പടമായാലും കഥ തിരക്കഥയെല്ലാം മോശമായാലും സൂപ്പർ താരത്തിൻ്റെ ലേബിളിൽ പടം ഓടണം. അങ്ങനെ മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ പടം അങ്ങനെ ഓടല്ല. മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ പടം ഒന്നുകിൽ നല്ല സംവിധായകനായിരിക്കണം, ഐ വി ശശി, ഹരിഹരൻ പോലെ, ജോഷിയെല്ലാം പോലത്തെ ആയിരിക്കണം. അല്ലെങ്കിൽ നല്ല തിരക്കഥ വേണം, എന്നാൽ ഇവരെ പടം ഓടും. അല്ലെങ്കിൽ സാധാരണ തിരക്കഥ മോശമായാലും ഇവരെ പടം ഓടില്ല. നസീർ സാറിൻ്റെ അങ്ങനെയല്ല. തിരക്കഥ മോശമായാലും സംവിധായകൻ മോശമായാലും നസീർ സാറിൻ്റെ ലേബിളിൽ പടം ഓടും. അതാണ് സൂപ്പർ താരം. ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും അതില്ല. ഇവരിത് 30 പടം പൊട്ടിയാൽ 31ാമത്തെ പടം വിജയിക്കും. അതിനെ സൂപ്പർ താരം എന്ന് വിളിക്കൂല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.